എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ അടുത്ത ആഴ്ചയിൽ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ കാണിക്കുന്ന അഭി വലിയൊരു കള്ളത്തരമൊക്കെ നടത്തുന്നുണ്ട്. അഭി വലിയൊരു മോഷണം നടത്തുന്നുണ്ട് കുടുംബത്തിൽ നിന്ന്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നയനയുടെ കഷ്ടപ്പാട്, അനന്തപുരി തറവാട്ടിലെ കഷ്ടപ്പാടുകളുണ്ട്. നവ്യനെ നോക്കാൻ വന്ന കനകയ്ക്ക് സഹിച്ചില്ല. അപ്പൊ അതിന്റെ പേരില് കനക അവിടെ എല്ലാവരുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ട കനകയാണ് അനന്തപുരി തറവാട്ടിലേക്ക് വരുമായിരുന്നു നവ്യനെ നോക്കാനായിട്ട്. പക്ഷെ ദേവേനയ്ക്ക് ജലജയ്ക്കും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരില് ദേവയാനയാണെങ്കിൽ ആദർശിന്റെ അച്ഛനോട് കിടന്ന് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കനക ജലജയുടെ മുറിയിലേക്കായിരുന്നു കിടക്കാനായിട്ട് എത്തുന്നത്. ജലജയ്ക്കാണ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ജലജ എന്ത് ചെയ്യുക, കനകേനെ മുറിയിൽ നിന്ന് പുറത്താക്കാൻ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. അവർ തമ്മിൽ എപ്പം നോക്കിയാലും ഒരു ടോം ആൻഡ് ജെറി കോമ്പറ്റീഷനാണ് നടക്കണേ. എപ്പം നോക്കിയാലും രണ്ടുപേരും നോക്കിയിട്ട് കീരിയും പാവം പോലെ ഒരു അടിയായിരിക്കും അവിടെ നടക്കണേ. കനക വിട്ടുകൊടുക്കില്ല. കനകയ്ക്കറിയാം തന്നെ മനഃപൂർവ്വം താത്തിക്കെട്ടാനായിട്ട് ഇവർ ശ്രമിക്കുന്നതാണ്. കനക വിട്ടുകൊടുക്കുവോ? ജലജയാണ് അതിനൊപ്പത്തിനൊപ്പം നിൽക്കും. ജലജയോടൊപ്പം പിടിച്ചിരിക്കാനായിട്ട് കനകയ്ക്കേ പറ്റുള്ളൂ. നയനയ്ക്ക് പോലും അത്ര വാക്സാമർത്ഥ്യമൊന്നുമില്ല. കനകയ്ക്കറിയാം താൻ ഇവിടെ താന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്റെ തലയിൽ കയറി ഇവിടെ നിരകുന്നുള്ളേ. അതിന്റെ വിശേഷങ്ങളാ പിന്നീട് കാണിക്കുന്ന ഒരു അടിപൊളി വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യയുടെ ചടങ്ങിന് വളകാപ്പ് ചടങ്ങാണ്. അപ്പൊ ചടങ്ങിന് വേണ്ടിയിട്ട് ആഭരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മുത്തശ്ശി. ആഭരണങ്ങൾ, പരമ്പരാഗതമായിട്ടുള്ള കുറെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ആഭരണങ്ങളൊക്കെ നേരത്തെ നവ്യക്ക് എടുത്തു കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ അണിഞ്ഞുകൊണ്ട് വേണം വളകാപ്പ് ചടങ്ങിന് വന്ന് നിൽക്കാനെന്ന് പറയാം. നവ്യക്ക് ഭയങ്കര സന്തോഷമായി. നവ്യക്ക് ഭയങ്കര പണ്ട് ഇഷ്ടമാണല്ലോ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നടക്കുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ മുറി കൊണ്ടുവന്ന് തൂത്തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബി ആ കാഴ്ച വന്ന് കാണുവാണ്. അബിക്ക് മനസ്സിലായി ഇവളുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം. പിന്നീട് അതിനെക്കുറിച്ച് തിരക്കും പറഞ്ഞു. ഇത് മുത്തശ്ശി തന്ന വളകാപ്പ് ചടങ്ങിന് ധരിക്കാൻ വേണ്ടി തന്നാന്ന് പറയാം. ശരി, അങ്ങനെ പറഞ്ഞിട്ട് പോവാ. പക്ഷേങ്കിൽ അബിക്കൊട്ട് 8ന്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. വിട്ടു സതീശനെ എത്രയും പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ തീരുമാനിച്ചു. ജയിലിൽ നിന്ന് ഇറക്കിയില്ലെങ്കിൽ അവൻ തനിക്കിട്ട് പണി തരുമെന്നുള്ള കാര്യം അബി തിരിച്ചറിയാം. അബിനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറക്കണം, ഇല്ലെങ്കിൽ ഞാൻ വന്ന് സത്യങ്ങളൊക്കെ അനന്തപുരി തറവാട്ടി വന്ന് വിളിച്ചു പറയുമെന്ന് പറയാം. നവ്യനെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ ആ കൊട്ടേഷൻ തന്നേന്നൊക്കെ. ഇത് അബിയെ സംബന്ധിച്ചോളം വല്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു. അബി സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമില്ല. പക്ഷെ എന്ത് വിധേന വെട്ടു സതീശനെ പുറത്തിറക്കണം. അപ്പൊ അതിനുവേണ്ടി വക്കീലിനെ സമീപിക്കുന്നുണ്ട്. വക്കീലിനെ സമീപിച്ചപ്പോൾ വക്കീല് പറഞ്ഞു ഇറക്കുന്നതിന് ജാമ്യത്തൊക്കെ ഇറക്കാൻ പറ്റും, പക്ഷെങ്കിൽ ലക്ഷങ്ങളാവുമെന്ന് പറയാം. ഒരു 10 ലക്ഷം രൂപയെങ്കിലും വേണമെന്ന് പറയാം. അബി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറയാം എന്നാ കുഴപ്പമില്ല. ഇത് ഈ വെട്ടു സതീശൻ പുറത്തിറങ്ങിയില്ലെങ്കിലേ അവൻ ഉള്ളേ വെച്ച് എന്തേലും നിന്റെ പേരെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് തറവാട്ടിൽ നിന്ന് ഒരു സ്വത്ത് പോലും കിട്ടത്തില്ല. നിന്റെ മുത്തശ്ശൻ നിന്നെ അന്ന് തന്നെ വീടിന് പുറത്താക്കുമെന്ന് പറയാം. അപ്പൊ അബി ഓർത്തു കഴിഞ്ഞപ്പോ ശരിയാണ്. ആ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോന്നെ? തന്നെ വീട്ടിൽ നിന്ന് പാടി അടിച്ച് മിണ്ടം പൊക്കത്തുള്ളൂ. അതിനേക്കാളും ഭേദം 10 ലക്ഷം രൂപ എങ്ങനെയും കൊടുക്കുന്നതൊക്കെയാ ഭേദം. പക്ഷെ എങ്ങനെ കൊടുക്കൂന്ന് ഓർത്തിട്ട് അബിക്ക് ഒരു സമാധാനമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവ്യയുടെ കയ്യിലുള്ള സ്വർണത്തെക്കുറിച്ചൊക്കെ ഓർത്തെ. അബി അത് അടിച്ചു മാറ്റുന്നുണ്ട്. അവിടുന്ന് നവ്യയുടെ കയ്യിൽ നിന്ന് പതുക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാണ്. പക്ഷെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയപ്പോ കഷ്ടകാലം പിടിക്കാനെന്ന് പറഞ്ഞാൽ ആദർശ് കാണുവാണ്. ആദർശ് നിൽക്കുന്ന സമയത്താണ് അബി ഈ കവറൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നത്, ജ്വല്ലറി ബോക്സ് ഒക്കെ ആയിട്ട് പോകുന്നത്. അങ്ങനെ ആദർശ് കണ്ടു. ആദർശ് പിടിക്കുന്നുണ്ട് അബീനെ, ചോദ്യം ചെയ്യുവാണ്. എന്താന്ന് ചോദിച്ചോണ്ട് ആദ്യം അബി ഇങ്ങനെ അത് കാണിക്കാൻ കൂട്ടാക്കില്ല. ആദർശിന്റെ അച്ഛനും എല്ലാരും കൂടെ അങ്ങോട്ട് വന്നു. അനിയുടെ അച്ഛൻ എല്ലാരും കൂടെ വന്ന് നോക്കി. കയ്യിൽ നിന്ന് അത് മേടിച്ചു നോക്കുമ്പോഴത്തേനും ആ ബോക്സ് അങ്ങ് താഴേക്ക് ചാടുക. ബോക്സിനകത്തുനിന്ന് സ്വർണം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പരമ്പരാഗതമായിട്ട് സൂക്ഷിച്ച ആ ആഭരണങ്ങളൊക്കെയാ. അബി പെട്ടെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുക. എല്ലാരും അബീനെ കുറ്റക്കാരനാക്കി. അപ്പൊ നയന എല്ലാരും പറഞ്ഞു, ദേവേനെയൊക്കെ പറഞ്ഞു ഇവന് ഈ വീട്ടിൽ നിന്ന് തന്നെ മോഷണം നടത്തുന്നത്. ഇങ്ങനെയുള്ള ഒരുത്തൻ എങ്ങനെ ഈ വീട്ടിലുണ്ടായി? ജലജ നാണം കെട്ട് തല കുണിച്ച് നിൽക്കുകയാണ്. ജലജയ്ക്ക് എന്തേലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജയും കൂടെ ഇതിനകത്ത് പ്രതിയാവും. ജലജ മിണ്ടാതിരിക്കുകയാണ്. അബിയെ പിടിച്ച സമയത്തൊക്കെയാണ് ജലജയുടെ ഉള്ളിൽ തീയായിരുന്നു. ആ ബോക്സിനുള്ള എന്തായിരിക്കും? ഇവൻ എന്തേലും കുരുത്തക്കേട് ഒപ്പിച്ചോ? അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ബോക്സ് പിടിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിൽക്കുന്ന ആ സമയത്ത് നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. നവ്യ വന്നിട്ട് പറയും, അതെ നിങ്ങൾ എല്ലാരും കൂടെ എന്തിനാ അബീനെ ചീത്ത പറയണേ? അബിയുടെ കയ്യിൽ ആ ബോക്സ് കണ്ടെന്നോർത്തോണ്ട് അബി എങ്ങനെ കുറ്റക്കാരനാന്ന് എല്ലാരും കള്ളനെന്ന് വിളിച്ച് മുദ്ര കുത്തണ്ട, ഞാനത് പോളിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തു വിട്ടാന്ന് പറയണം. നവ്യയുടെ ഒരു തന്ത്രങ്ങൾ, ചെറിയ തന്ത്രങ്ങളൊന്നും അല്ല നവ്യ വയറ്റുന്നേ. അബീനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി അത്. നവ്യക്ക് അറിയായിരുന്നു അബി അത് അടിച്ചോണ്ട് പോയതാന്ന്. പക്ഷെ ഇപ്പൊ ഇതിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
തന്റെ ഭർത്താവ് കുറ്റക്കാരനാവും എല്ലാവരുടെ മുന്നിൽ. പിന്നെ ഒരു വില കാണത്തില്ല. പിന്നീട് നബി പറയുന്ന അടവോ, അബിക്കാണെങ്കിൽ എനിക്ക് സ്വർണങ്ങളൊന്നും മേടിച്ചു തരാൻ പറ്റില്ലാത്തതുകൊണ്ട് അബി പറഞ്ഞു ഞാനിത് പോളിഷ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. അതാണ് നിങ്ങളെല്ലാവരും കുറ്റക്കാരനായിട്ട് കണ്ടേക്കുന്നത് അബീനെ. ഈ സമയം ജലജ എന്ത് ചെയ്യാണ്, അവിടെ കയറി അങ്ങോട്ട് അർമാദിക്കണം. എല്ലാരും കൂടെ ഇത്ര സമയം പറഞ്ഞുകൊണ്ടിരുന്ന തന്നെ എന്റെ അഭിമോൻ കുറ്റക്കാരനാന്ന്, കള്ളനാന്നും പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലേ, അച്ഛന് മനസ്സിലായല്ലേ ഇവിടെ നടക്കുന്ന എന്താണ്. അല്ലെങ്കിൽ ഞാനും എന്റെ മോനും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം അത് കുറ്റക്കാരനായിട്ടോ ഞാനും എന്റെ മോനും വരത്തുള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ നല്ല ആൾക്കാരാണല്ലോ, ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവസാനം ഞങ്ങളുടെ തലയിലേ വരുള്ളൂ എന്നും പറഞ്ഞ് ജലജയുടെ വക ഒരു ജലജ പ്രകടനം നടത്തുന്നുണ്ട്. നയനയ്ക്ക് പക്ഷെ നല്ല സംശയം ഉണ്ടായിരുന്നു. നയനയ്ക്കും അതോടൊപ്പം ആദർശിനും മനസ്സിലായി ഇത് അവന് മനഃപൂർവ്വം കൊണ്ടുപോയതാ, വിൽക്കാനോ പണയം വെക്കാൻ എന്തോ പണത്തിന് ആവശ്യമുണ്ട്. അപ്പൊ പണത്തിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ആദർശ് പറയുകയും ചെയ്തായിരുന്നു അബിയോട്, നിനക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ട് പറഞ്ഞാൽ പോരെ, നീ ഇതും കൊണ്ട് പോവാണോ ചെയ്യുന്നതെന്നൊക്കെ. പിന്നീട് അബിയെ രക്ഷിച്ച് നവ്യ അങ്ങോട്ട് പോവാണ്. അകത്ത് കയറി ചെന്ന് കഴിയുമ്പത്തേനും പിന്നീട് അബിയെ കുറെ ചീത്ത പറയുന്നുണ്ട് നവ്യ. അപ്പൊ 10 ലക്ഷം രൂപയുടെ കാര്യം മുമ്പ് തന്നെ അബി പറഞ്ഞു, 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു, ബിസിനസ് തുടങ്ങാൻ എന്നൊക്കെ നവ്യയോട് പറഞ്ഞായിരുന്നു. അതിനുവേണ്ടി ഇത് കൂടി കുറച്ച് സ്വർണ്ണമൊക്കെ കൊടുക്കാൻ പറഞ്ഞ, പക്ഷെ നവ്യ കൊടുത്തില്ല. നവ്യ പറയുകയും ചെയ്തു ഇത് എനിക്ക് ഇടാൻ തന്ന പരമ്പരാഗതമായിട്ട് കിട്ടിയേക്കും സ്വർണ്ണാഭരണങ്ങളാ, ഇതെങ്ങാനും കൊടുത്തെന്ന് പറഞ്ഞാൽ മുത്തശ്ശിവിനെ എന്നെ ആയിരിക്കും വീട്ടിൽ നിന്ന് ആദ്യം അടിച്ചിറക്കുന്നത്, അതുകൊണ്ട് തരില്ല എന്ന് പറയാണ്. അതൊക്കെയായിരുന്നു അബീനെ ആകെപ്പാടെ ദേഷ്യം പിടിച്ചത്. പിന്നീട് ആ ആഭരണങ്ങളായിട്ട് അകത്ത് ചെന്നിട്ട് നവ്യ എന്ത് ചെയ്യാണ്, ആഭരണം എല്ലാം അകത്ത് വെച്ച് പൂട്ടുന്നുണ്ട്. പൂട്ടി താക്കോലും കൈ വെച്ചുകൊണ്ട് പോവാ. ഇത് പര അബിക്ക് വേറൊരു അടി കിട്ടാനില്ല. പിന്നീട് കാണിക്കുന്ന ഒരു അടിപൊളി വിശേഷം കനകയും ജനജയും തമ്മിലുണ്ട്. അവരാണ് ഒരു മുറി കിടക്കുന്ന സമയത്ത് ആ ഉള്ളത്ര സമയം ഭയങ്കര വഴക്കായിരിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരവേ ചെയ്തായിരിക്കും. കനക ഒട്ടും വിട്ടു കൊടുക്കത്തില്ല. അങ്ങനെ കനകയ്ക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ജഡ്ജി എന്ത് ചെയ്യുക, കനകയുടെ സാരിയൊക്കെ എടുത്ത് കത്രയ്ക്ക് വെട്ടിക്കണ്ടിച്ച് കളയുന്നുണ്ട്. കനക വിട്ടുകൊടുക്കുവോ? കനക എന്ത് ചെയ്യുക, കനക അവിടെ കിടന്ന് സംഹാര താണ്ഡവം തന്നെ ആടുന്നുണ്ട്, ജലജനെ പൊളിച്ചടുക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാ. പിന്നീട് നയനയുടെ കഷ്ടപ്പാട്, കനക രാവിലെ തൊട്ട് കാണുന്ന നയന അടുക്കള കയറി എല്ലാ പണികളും ചെയ്തു. ബാക്കി പെണ്ണുങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ആകെപ്പാടെ ജാനകി മാത്രം ഇടയ്ക്ക് സഹായിക്കാൻ കയറുന്നത്. ബാക്കി ജലജയാളും ദേവയാനിയുള്ള ആ സെറ്റിയിലിരിക്കും, അവിടെയൊക്കെ വന്നിരിക്കും. അല്ലാതെ അടുക്കളയിൽ ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ പോലും ചെല്ലത്തില്ല. വേലക്കാരനെ പറഞ്ഞിട്ടേക്കുക ദേവേനെ, മനഃപൂർവ്വം നയനക്കിട്ട് പണി കൊടുത്തേക്കുന്ന. അത് പക്ഷെ ജാനകിക്കറിയാം, ജാനകി അതോട് സഹായിക്കാൻ പോവാറുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. കനക അതേക്കുറിച്ച് നയനയോട് ചോദിക്കുന്നു, മോൾ എന്തിനാ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നേ, ഞാൻ കാരണമാണല്ലോ മോളുടെ ജീവിതം ഇങ്ങനെയായത്, വേണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് മോളുടെ ഈ കഷ്ടപ്പാട്, ഇതിനെക്കുറിച്ച് ഞാൻ ഇവിടെ ചോദിക്കും എല്ലാവരോടും. എൻ്റെ മോളൊരു വേലക്കാരിയായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വിട്ടത് എന്ന് പറയുമ്പം നയന പറഞ്ഞു, വേണ്ടമ്മേ അങ്ങനെയൊന്നും പോയി പറയണ്ട, എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണിയുള്ളൂ, എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇവിടെ, അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. കനയ്ക്ക് സഹിക്കാൻ പറ്റുമോ? കനക പ്രസവിച്ച മോളുള്ള നയന രാവിലെ തൊട്ട് വൈകുന്നേരം കിടക്കുന്നോടം വരെ നയനയ്ക്ക് പണിയുള്ളൂ. പിന്നീട് കനക പറഞ്ഞു ഞാനും കൂടെ സഹായിക്കാന്നൊക്കെ പറഞ്ഞ് നയനയോട് കൂടുന്നുണ്ട്. അപ്പം ഉള്ളത്തോളം ദിവസം സഹായിക്കുവാണെങ്കിൽ മോൾക്ക് അത്ര ഒരു ആശ്വാസം ആയിക്കോട്ടെ എന്നാ കനക കരുതിയത്. പിന്നീട് കനക പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു ദുഷ്ടതരം ഒരിക്കലും ഒരു അമ്മ ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചത്. വലിയ വീട്ടിലേക്ക് കെട്ടിച്ച് അയക്കണമെന്ന് മോഹം കാരണം എൻ്റെ മോളുടെ ജീവിതം തകർന്നത്. ഞാൻ ഇത്രയ്ക്ക് ദുഷ്ടയായി പോകാൻ പാടില്ലായിരുന്നു. എങ്ങനെ ഒന്നുമില്ലേ നമ്മുടെ സ്വന്തം വീട്ടിൽ കഴിയുമായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് മോക്ക് ജീവിക്കേണ്ട വരുമായിരുന്നോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര അധികം സങ്കടപ്പെടുന്നുണ്ട് കനക. അതിനെക്കുറിച്ച് നയനോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് ആദർശ് കേൾക്കുവാണ് പറഞ്ഞതെന്ന്. ആദർശിന് മനസ്സിലായി, അല്ലെങ്കിൽ ആദർശ് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നയന രാവിലെ തൊട്ട് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി വൈകുന്നേരം വരെ നയനയ്ക്ക് പണിയായിരിക്കും. എല്ലാ കാര്യങ്ങളും കാപ്പി ഉണ്ടാക്കാൻ, ചോറ് വെക്കണം എന്ന് സർവ്വ പണിയും. പക്ഷെ ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ അവിടെ കയറി ഇരിക്കത്തുള്ളൂ, ആരും അടുക്കളയിൽ കയറത്തില്ല, ജാനകി മാത്രമേ കയറുന്നുള്ളൂ. അപ്പൊ ആദർശിന് അത് മനസ്സിലാവുകയും ചെയ്തു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാം കൂടെ നല്ല അടിപൊളി വിശേഷങ്ങളാണ്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.